നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 760 760. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 760. ഇന്ന് ഭഗവാന്റെ ലീല ഉപാസനാകാന്ഡം. ഉപാസനാകാന്ഡത്തിൽ 30-ാം സർഗം ആത്മാശ്രയം. ആത്മാവിനെ ആശ്രയിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. വിഗ്രഹത്തിനെ അല്ല ആരാധിക്കേണ്ടത്, ആത്മാവിനെ ആരാധിക്കുക. ആത്മാരാധന അതാണ് ഹയ്യസ്റ്റ് ലെവൽ ഓഫ് ഭക്തി. അപ്പോൾ ആസ് യൂഷ്വൽ കഴിഞ്ഞ എപ്പിസോഡിലെ 29-ാമത്തെ അവസാനത്തെ ശ്ലോകം 62. അങ്ങ് എത്രയും പ്രിയ സഖാവ് അതിബുദ്ധിമാനും എന്നല്ല ഭക്തകുലമഞ്ജുള മൗലിരത്നം എന്നോർത്തു മാത്രം മുര ചെയ്വു രഹസ്യം ഒന്നിങ്ങ് അങ്ങും ഏറെ വെളിവാക്കരുതത്ര ഗോപ്യം. കണ്ടവരോടൊന്നും ഇത് പറഞ്ഞു കൊടുക്കരുത്, ആവശ്യക്കാരനോട് പറഞ്ഞു കൊടുക്കാം. മനസ്സിലായോ? പിന്നെ ഇത് കുബുദ്ധിയുള്ളവർക്ക് ഉപദേശിച്ച് കൊടുക്കരുത്, ആശ്രയദോഷം പറ്റും. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ഇനി ആത്മാശ്രയം 30-ാം സർഗത്തിൽ 1-ാമത്തെ ശ്ലോകം. അഷ്ടാംഗയോഗമോ തത്വജ്ഞാനമോ യജ്ഞദീക്ഷയോ ദാനവ്രതങ്ങളോ തീവ്രതപസോ തീർത്ഥസേവയോ സദാചാരങ്ങളോ സന്യാസമോ മന്ത്രജപാദിയോ സത്സംഗം പോലെളുപ്പത്തിലെന്നെ സ്വാധീനമാക്കിടാ. സത്സംഗത്തിനെ പോലെ എളുപ്പവും നിർമ്മലവുമായ അവസ്ഥ വേറൊന്നുമില്ല. ഏതൊക്കെ? അഷ്ടാംഗയോഗം, തത്വജ്ഞാനം, യജ്ഞദീക്ഷ, ദാനവ്രതങ്ങൾ, തീവ്രതപസ്, തീർത്ഥസേവ, സദാചാരങ്ങൾ, സന്യാസം, മന്ത്രജപാദിയോ. അപ്പോൾ 9 കാര്യം പറഞ്ഞു. ഈ 9-നേക്കാൾ മേലെയാണ് സത്സംഗം പോലെളുപ്പത്തിൽ എന്നെ സ്വാധീനമാക്കിട. ഇതാണ് പ്രശ്നമുണ്ടോ? അപ്പോൾ ഇനി 3-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. എന്താ അത്? ദുർവാസനകൾ വേരോടെ പുഴക്കാനിവയൊന്നിനും സജ്ജനാനുഗ്രഹം പോലെ ശക്തിയില്ലെന്നു തീർച്ചയാം. ഒരു സജ്ജനത്തിന് വേണമെങ്കിൽ നമ്മളെ അരനിമിഷം കൊണ്ട് എത്ര ഘോരമായ പാപങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ അദ്ദേഹം നമ്മളെ ഒന്ന് അനുഗ്രഹിക്കുക, ഒന്ന് പാറ്റ് ചെയ്യുക, ഒന്ന് തലോടിയാൽ മതി. അല്ലാതെ കണ്ട് അഷ്ടാംഗയോഗം, തത്വജ്ഞാനം, യജ്ഞദീക്ഷ, ദാനവ്രതം, തീവ്രതപസ്, തീർത്ഥസേവ, സദാചാരങ്ങൾ, സന്യാസം, മന്ത്രജപാതി ഒന്നും ഉപകരിക്കില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് പഠിച്ചാലല്ലേ നിരാകരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു 5 കള്ളിയിൽ മുട്ടി നിൽക്കുന്ന ഒരാൾ പറയാണ്, ഞാൻ അങ്ങേക്ക് കുറച്ച് തത്വജ്ഞാനം ഉപദേശിച്ച് തരാം, എൻ്റെ ആശ്രമത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യടവയായി, കാര്യം നടക്കൂല. അതുകൊണ്ടാണ് പറഞ്ഞത് സത്സംഗം പോലെളുപ്പത്തിൽ എന്നെ സ്വാധീനമാക്കിടാ. ദുർവാസനകൾ വേരോടെ പുഴുക്കാൻ ഇവയൊന്നിനും സജ്ജനാനുഗ്രഹം പോലെ ശക്തിയില്ലെന്നു തീർച്ചയാം. 4-ാമത്തെ ശ്ലോകം. പഠിപ്പും പ്രായവും വർണ്ണാശ്രമവും ജാതിഭേദവും നോക്കേണ്ടതില്ല സത്സംഗം കൊണ്ടൊരേ വിധം ഏവനും. എത്ര വിദ്യാഭ്യാസമുണ്ട്, പ്രായം എത്രയായി, വർണ്ണാശ്രമം ഏത് വർണ്ണത്തിലത്തെയാണ്, ജാതിഭേദം ഇതൊന്നും നോക്കേണ്ടതില്ല സത്സംഗം കൊണ്ടൊരേ വിധം ഏവനും എൻ ദിവ്യസന്നിധാനത്തിലെത്തിച്ചേരും അസംശയം. സംശയമില്ല എന്നാണ്.
എൻ ദിവ്യ സന്നിധാനത്തിൽ എത്തിച്ചേരും അസംശയം. പ്രഹ്ലാദൻ, വൃഷപർവാവ്, മയൻ, വിത്രൻ, വിഭീഷണൻ, ഗജേന്ദ്രൻ, ഹനുമാൻ, കുബ്ജ, ഗോപിമാർ, യജ്ഞപത്നികൾ, തുലാധാരൻ, തുടർന്ന് ഈ മട്ട് എത്രയോ ഭാഗ്യശാലികൾ. ഈ പറഞ്ഞവരൊക്കെ മഹാഭാഗ്യശാലികളാണ്. പല ഗോത്രത്തിൽ നിന്ന് അല്ല പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരവർ. ആരൊക്കെ? പ്രഹ്ലാദൻ അസുര കുട്ടിയായിരുന്നു. വൃഷപർവാവ്, മയൻ, വിത്രൻ, വിഭീഷണൻ രാവണൻ്റെ സഹോദരൻ, ഗജേന്ദ്രൻ, ഹനുമാൻ, കുബ്ജ, ഗോപിമാർ, യജ്ഞപത്നികൾ, തുലാധാരൻ, തുടർന്ന് ഈ മട്ട് എത്രയോ ഭാഗ്യശാലികൾ വേദങ്ങളോതിയിട്ടല്ല, വേണ്ടും ദാനവ്രതാദികൾ ചെയ്തിട്ടുമല്ല, പാണ്ഡിത്യം നേടിയിട്ടല്ല, കേവലം സത്സംഗത്തിൻ്റെ വീര്യത്താൽ മാത്രം എന്നെ അണഞ്ഞതാം. സംശയിക്കേണ്ട. ഇവരിൽ ചിലർ പേർക്കെല്ലാം ജ്ഞാനമുണ്ടെന്നിരിക്കലും, ഇവരിൽ ചിലവർക്ക് ജ്ഞാനം ഉണ്ട് എന്നിരിക്കലും സത്സംഗ മഹിമ കൊണ്ടാണ് അവർ കേമന്മാരായിട്ടുള്ളത്. ഗോപീജനങ്ങളും മറ്റും എന്നെ പ്രാപിച്ച കാരണം ശൃംഗാരദാസ്യ സഖ്യാദിഭാവ തീവ്രത മാത്രമാം. ഗോപസ്ത്രീകൾ എങ്ങനെയാണ് എൻ്റെ അടുത്തെത്തിയത്? മറ്റും എന്നെ പ്രാപിച്ച കാരണം ശൃംഗാര ദാസ്യസഖ്യാദിഭാവ തീവ്രമാത്രമാം. ശൃംഗാരം അവർക്ക് കുറച്ച് കൂടും, ദാസ്യവും പിന്നെയോ സഖ്യവും. അപ്പോൾ അവരെ എന്നിൽ ആകൃഷ്ടരായി ഞാൻ അവരെ മോചിപ്പിച്ചു. അതാണ്. ഇനി 10ാമത്തെ ശ്ലോകം എൻസർക്കിൾഡ് ആണ്. അപ്പോൾ എന്തോ വലിയ പ്രാധാന്യം ഉണ്ടായത്. ദാനം കൊണ്ടും വ്രതം കൊണ്ടും സാമർത്ഥ്യം കൊണ്ടും ഈ വിധം എന്നെ പ്രാപിക്കുവാനാവില്ല ഏതൊരാൾക്കും മഹാമതേ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ യൂട്യൂബിലൊക്കെ ആൾക്കാർ പറയും ഇന്ന നക്ഷത്രക്കാർ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ രക്ഷപ്പെടും. പക്ഷെ ഇവിടെ എന്താ ഭഗവാൻ പറഞ്ഞത്? ദാനം കൊണ്ടും വ്രതം കൊണ്ടും സാമർത്ഥ്യം കൊണ്ടും ഈ വിധം എന്നെ പ്രാപിക്കുവാനാവില്ല ഏതൊരാൾക്കും മഹാമതേ. സത്സംഗം ആണ് വേണ്ടത്. ഞാനും ജ്യേഷ്ഠനും അക്രൂരനൊപ്പം തീർത്തട്ടിലേറവേ വിരഹാഗ്നിയിൽ വെന്തുള്ളം നീറി മിന്നിയ ഗോപികൾ. എന്നെ അക്രൂരൻ വന്ന് കൊണ്ടുപോകേണ്ട സമയത്ത് ഞാനും ജ്യേഷ്ഠനും അക്രൂരനൊപ്പം മധുരയിലേക്ക് കംസൻ്റെ ധനുര്യാഗം കാണാൻ വേണ്ടി തേർത്തട്ടിലേറവേ വിരഹാഗ്നിയിൽ വെന്തുള്ളം നീറി മിന്നിയ ഗോപികൾ. തിളങ്ങിയിടും മകം തിങ്ങും പ്രേമത്തിൻ തികവൊന്നിനാൽ എന്നെയല്ലാതെ മറ്റൊന്നും കണ്ടില്ല ആനന്ദവസ്തുവായി. ആനന്ദവസ്തുവിൻ്റെ പിന്നാലെ പോവും പലരും. ചീട്ടുകളി, ചൂതുകളി, മധുസേവ, സ്ത്രീ സേവ. പക്ഷെ അവർ കണ്ടത് എന്നെയാണ് കണ്ടത്. എന്നിലുള്ള അനുരാഗമാണ് അവരെ എത്തേണ്ടോടത്ത് എത്തിച്ചതെന്നാണ്. തിളങ്ങിയിടും മകം തിങ്ങും പ്രേമത്തിൻ കനിവൊന്നിനാൽ എന്നെയല്ലാതെ മറ്റൊന്നും കണ്ടില്ല ആനന്ദവസ്തുവായി. വൃന്ദാവനത്തിൽ എൻ കൂടെ വിഹരിച്ചുള്ള രാവുകൾ ക്ഷണാർദ്ധമായി തോന്നിയോർക്ക് ഞാൻ പോകെ കൽപ്പതുല്യമായി. അതായത് ഒരു കൽപ്പം, ഒരു സമയത്തിൻ്റെ ദൈർഘ്യം പറഞ്ഞത്. ക്ഷണാർദ്ധമായി തോന്നിയോർക്കും ഞാൻ പോകെ കൽപ്പതുല്യമായി. ഒരു കൽപ്പം കഴിഞ്ഞ കൂട്ടത്തിലായി. ബുദ്ധിവൃത്തികൾ എന്നിൽ താനുറച്ചിടുക കാരണം നാമരൂപങ്ങളൊട്ടാകെ ഓർമ്മയറ്റുള്ള ഗോപികൾ. വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് ഇവിടെ. ബുദ്ധിവൃത്തികൾ എന്നിൽ താനുറച്ചിടുക കാരണം നാമരൂപങ്ങളൊട്ടാകെ ഓർമ്മയറ്റുള്ള ഗോപികൾ. ഇഹവും പരവും തീരെ മറന്ന് ആനന്ദമഗ്നകൾ. ആനന്ദത്തിൽ നീറായിടിയിട്ടുള്ളവരെ ഇഹവും പരവും തീരെ മറന്ന് ആനന്ദമഗ്നകൾ. സമാധിയെങ്കൽ മുഴുകും മുനിമാരെന്നെ പോലെയും. ഇഹവും പരവും തീരെ മറന്ന് ആനന്ദമഗ്നകൾ സമാധിയെങ്കൽ മുഴുകും മുനിമാരെന്ന പോലെയും. മഹാർണവത്തിങ്കൽ വന്നുചേരും നദികൾ പോലെയും. മഹാർണവത്തിങ്കൽ വന്നുചേരും നദികൾ പോലെയും.
സത്സംഗം വിട്ടു മറ്റൊന്നും കൈവന്നീടാത്ത ഗോപികൾ മഹാർണവത്തിങ്കൽ വന്നു ചേരും നദികൾ പോലെയും സത്സംഗം വിട്ടു മറ്റൊന്നും കൈവന്നീടാത്ത ഗോപികൾ അന്ന് എൻ യഥാർത്ഥമാം രൂപം അറിഞ്ഞിടാതെയാകിലും അന്ന് എൻ യഥാർത്ഥമാം രൂപം അറിഞ്ഞിടാതെയാകിലും കാമിക്കമൂലം ബ്രഹ്മത്തെ അണഞ്ഞാരുടൻ ആവിധം കാമിക്കമൂലം എന്നെ ആഗ്രഹിക്ക കാരണം ബ്രഹ്മത്തെ അണഞ്ഞു. ബ്രഹ്മാനുസന്ധാനം ബ്രഹ്മത്തെ അനുസന്ധാനം ചെയ്ത് ബ്രഹ്മവർത്തികളായി തീർന്നവർ. ബ്രഹ്മത്തെ അണഞ്ഞാരുടൻ ആവിധം. പിന്നെയോ അവർ തൻ ചേർച്ചയാൽ മണ്ണിൽ പല പേറുകളും ആകയാൽ അങ്ങ് ഈ വിധി നിഷേധങ്ങളാകവേ കൈവെടിഞ്ഞിനി വിധി നിഷേധങ്ങളെ ആകവേ കൈവെടിഞ്ഞ് ഇനി എന്തു ചെയ്യണം? കേൾക്കേണ്ടതും കേട്ടതുമായതവൻ ചിന്തയെന്നിയേ കേൾക്കേണ്ടതും കേട്ടതും ആയവ തൻ ചിന്തയെന്നിയേ. അതൊന്നും ശ്രദ്ധിക്കണ്ട. എന്നെ താൻ ആശ്രയിച്ചാലും തീരും സർവഭയങ്ങളും. ഭഗവാനെ അങ്ങോട്ട് അതിര് കവിഞ്ഞ് ആശ്രയിക്കുക, അനന്യശരണാഗതനായിട്ട് ആശ്രയിക്കുക ഭഗവാനെ. തീരും സർവഭയങ്ങളും, എല്ലാവിധ ഭയവും തീർന്നു കിട്ടും. കൃത്യാകൃത്യങ്ങളെപ്പറ്റി വിചാരിക്കേണ്ട ലേശവും കൃത്യാകൃത്യങ്ങളെ പറ്റി വിചാരിക്കേണ്ട ലേശവും ബ്രഹ്മാദികൾക്കും ആത്മാവാം ഞാനാണ് ഓതുവതുദ്ധവ. ഇതേ ആരാ പറഞ്ഞത്? ഉദ്ധവ ഞാനാണ് പറഞ്ഞത്, തൻ്റെ സതീർത്ഥ്യൻ. കേട്ടോളൂ. കൃത്യാകൃത്യങ്ങളെപ്പറ്റി വിചാരിക്കേണ്ട ലേശവും ബ്രഹ്മാദികൾക്കും ആത്മാവാം ഞാൻ ആരാ? ബ്രഹ്മാവിനും പരമശിവനും ഇന്ദ്രനൊക്കെ ആത്മാവ് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഓതുവത് ഉദ്ധവ കർമാനുഷ്ഠാനമെന്നും തുടരണമെവനും ചിത്തസംശുദ്ധി നേടാൻ ഈ മട്ട് ഉദ്ഘോഷണം ചെയ്ത് ഒരു പരമപുമാനൊക്കെയും വിട്ടുവേഗം തന്നെ താനാശ്രയിപ്പാനരുളിയതിനെയും തത്വമൊന്നോതുവാനായി ഊന്നിദ്രാത്മവേക്ഷിച്ച അളവ് ഇതുവിധം ചൊല്ലിനാൻ വിശ്വനാഥൻ ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു. കാര്യം മനസ്സിലാക്കിയാൽ മതി. കർമാനുഷ്ഠാനമെന്നും തുടരണം യവനും. കർമാനുഷ്ഠാനം എപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. ചിത്തസംശുദ്ധി നേടാൻ ഈ മട്ടുദ്ഘോഷണം ചെയ്തൊരു പരമപുമാനൊക്കെയും വിട്ടുവേഗം തന്നെ താൻ ആശ്രയിപ്പാൻ അരുളി അതിനെഴും തന്നെത്താൻ ആശ്രയിപ്പാനരുളി അതിനെഴും തത്വമൊന്നോതുവാനായി ഊന്നിദ്രാത്മാവപേക്ഷിച്ചളവ് ഇതുവിധം ചൊല്ലിനാൻ വിശ്വനാഥൻ. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ത്രിംസർഗ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 31 സർഗം ഉപാസന ചെയ്യാൻ വരം ചോദിക്കുകയാണ് ഭഗവാനോട്. ഉദ്ധവർ ഉപാസന ചെയ്യാൻ എനിക്ക് ആയുസ് ആരോഗ്യം ഉണ്ടാവണം എന്ന് പറയണം. 1-ാമത്തെ ശ്ലോകം. വിശ്വാകൃതിയിൽ എൻ മായാശക്തിയാൽ ഞാൻ വിളങ്ങവേ അനാദിയായൊരജ്ഞാനം നിമിത്തം ജീവകോടികൾ അജ്ഞാനം നിമിത്തം വിശ്വാകൃതിയിൽ എൻ മായാശക്തിയാൽ ഞാൻ വിളങ്ങവേ അനാദിയായൊരജ്ഞാനം നിമിത്തം ജീവകോടികൾ ദേവമർത്യാദിദേഹത്തെ ഞാനെന്നോർത്തു പലേതരം. മർത്യന്മാർ ഈ ദേഹത്തെ ആത്മാവാണ് എന്ന് തെറ്റിദ്ധരിച്ചു. പലതരം അധ്യാസം കാരണം കർത്തൃത്വാദി കൈ കൊണ്ടുവാഴുകയാം. എന്താ തെറ്റവർ ചെയ്യണത്? അധ്യാസം കൊണ്ട് കർത്തൃത്വാദിക്കായി കൊണ്ടുവാഴുകയാം. അവർക്കു ചിത്തസംശുദ്ധിയോർത്തു കർമ്മം വിധിച്ചു ഞാൻ.
അപ്പം ഞാൻ എന്ത് ചെയ്തു? അവർക്ക് ചിത്തസംശുദ്ധിയോർത്ത് കർമ്മം വിധിച്ചു ഞാൻ. വിശുദ്ധനായാൽ കർമ്മങ്ങൾ വിട്ടുപാസന ചെയ്തിടാം. മനസ്സ് വിശുദ്ധയായാൽ കർമ്മങ്ങൾ വിട്ട് ഉപാസന ചെയ്തിടാം. അതേവരേക്ക് അലഞ്ഞിടും ജീവന്മാർക്കു പലതരം കർമ്മവും ജ്ഞാനവും മറ്റും വിധിച്ചിടുന്ന വേദമായി അറിവായിക്കൊണ്ട് ഞാൻ തന്നെയാം പ്രകാശിപ്പിപ്പതായതിൻ ക്രമം ഇത്തിരി ശ്രദ്ധിച്ചു കേൾക്കൂ. വാക്കിനും മനസ്സിനും അഗോചരൻ ഞാനാരാ? മനസ്സിനും വാക്കിനും കാണാൻ പറ്റാത്തവനാണ്. പിന്നെ ഈ BOP പ്ലാസ്റ്റർ ഓഫ് പാരീസ് കണ്ട് ഭഗവാന്റെ ഉണ്ണികൃഷ്ണ വിഗ്രഹം എടുത്തിട്ട് താലോലിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ നമ്മൾ വീഴാൻ പാടില്ല. കാരണം തന്നിലെ ആത്മാവിനെ അനുസന്ധാനം ചെയ്യാനാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് കാര്യമായിട്ട്. അതാണ് നമ്മൾ ഭാഗവതത്തിൽ കൂടെ കേട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതോ ഞാനോ? അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കൂ. വാക്കിനും മനസ്സിനും അഗോചരൻ ഇതേ ഞാനായൊരാജീവൻ ഉൾപ്പൂവിൽ ധ്യേയനായവൻ. എന്നാൽ ഇതേ ഞാൻ ആയ ആ ജീവൻ ഉൾപ്പൂവിൽ ധ്യേയനായവൻ. ഉൾപ്പൂവിൽ മനസ്സിൽ ധ്യാനിക്കപ്പെട്ടാൽ പരാഖ്യ ശബ്ദമാർന്നിടും പ്രാണനോടൊപ്പമാങ്ങിനെ. പരാഖ്യ ശബ്ദമാർന്നിടും പ്രാണനോടൊപ്പമങ്ങിനെ ഒളിഞ്ഞ് ആധാരമാം ചക്രം ഉൾപ്പൂകിയത് അതിസൂക്ഷ്മമായി. നമ്മുടെ ഉള്ളിലെ ഈ ഷടാധാരം ഉണ്ടല്ലോ, അതെങ്ങനെയാ? ഒളിഞ്ഞ് ആധാരമാം ചക്രം ഉൾപ്പൂകി അതിസൂക്ഷ്മമായിട്ടെന്നാണ്. അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. സൂക്ഷ്മമായി മനസ്സണഞ്ഞുടൻ മാത്രാസ്വരവർണ്ണാതി രമ്യമായി. മനസ്സ് അണഞ്ഞ് ഉടൻ മാത്രാസ്വര വർണ്ണാതി സ്വരങ്ങളും വർണ്ണങ്ങളും ഇല്ലേ? അത് മരത്തിൽ മറിയും മഞ്ഞി. മരത്തിൽ കത്താനുള്ള ഇന്ധനം വിറകായിട്ടുണ്ട് ഇല്ലേ? മരക്കഷ്ണങ്ങളിലെ. അപ്പോൾ മരത്തിൽ മറിയും വന്നി മദനം കൊണ്ടു കാറ്റിനാൽ ചൂടാർന്ന തീപ്പൊരിയുമായി ആകാശത്തിലുയർന്നതായി. മഥനം കൊണ്ടു കാറ്റിനാൽ ചൂടാർന്ന തീപ്പൊരിയുമായി ആകാശത്തുയർന്നതായി കത്തിജ്വലിച്ചു. നെയ്യൊഴിക്കുന്നതിന് മുമ്പ് ഹവിസാൽ തെളിയും വിധം ബ്രഹ്മവക്ത്രങ്ങളിൽ കൂടി വെളിവാർന്നു പവിത്രമായി. ഈ ശബ്ദം ഓം നമഃ അല്ലേ? ആ ബ്രഹ്മവാചകങ്ങൾ ബ്രഹ്മാവിൻ്റെ വായിൽ കൂടെ ബ്രഹ്മവക്ത്രങ്ങളിൽ കൂടി വെളിവാർന്നു പവിത്രമായി വിളങ്ങും ആ ദേവദേവൻ. ആ വേദവും എൻ പ്രകാശം തന്നെയാം സഖേ. എൻ്റെ പ്രകാശമാണ് അറിവ് എന്ന് മനസ്സിലാക്കുന്ന പറഞ്ഞത്. ആകയാൽ ആയതിൻ മർമ്മം അറിഞ്ഞ് ഉലകിനൊക്കെയും സംസാര തരണോപായം. ആകയാൽ ആയതിൻ മർമ്മം അറിഞ്ഞ് ഉലകിനൊക്കെയും സംസാര തരണോപായം വേണ്ട മട്ടറിളിടുവാൻ, വേണ്ട പോലെ മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാനല്ലാതാരതോർത്ത് ഈ അങ്ങയോടുര ചെയ്യുകയാം. ഞാനല്ലാതെ കണ്ട് ഇത് വിസ്തരിച്ച് പറയാൻ ഇന്ന് ആൾക്കാരില്ല. ഒരാളുണ്ടായിരുന്നു, ഭീഷ്മപിതാമഹൻ. അന്ന് താൻ ബിസിയായിരുന്നു, താൻ അവിടെ പോയിരുന്നു. അപ്പോൾ ബ്രഹ്മപുത്രർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇനിയിപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ ബാക്കി, എന്നാൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാനല്ലാതൊരോർത്ത് ഓർത്ത് ഈ ഞാൻ അങ്ങയോടുര ചെയ്യുകയാം. ശ്രദ്ധിച്ചാലും എനിക്കും ആവശ്യം ഇതിലുണ്ടോ? എനിക്കും ഇത് പുറമേയുള്ളവരറിയണമെന്നൊരു താല്പര്യമുണ്ടെന്നാ. മേലാൽ നീ മൂലം ഈ മണ്ണിൽ എത്രയോ ജീവരാശികൾ കർമ്മത്തിൽ നിന്നു കരകയറുവാനിടയാകണം. അതാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഉത്തമ ശ്ലോകങ്ങൾ. അക്രൂരൻ കാരണം ഉദ്ധവർ കാരണം അല്ലേ? ഉദ്ധവർ കാരണം ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടണം. അതാണ് പറഞ്ഞത്.
വേദത്തെപ്പറ്റി ഞാൻ ചൊല്ലിയ മാതിരി തന്നെയാം വെറും ഗ്രാമീണത്തൻ കർമ്മജ്ഞാനേന്ദ്രിയ വിലാസവും സ്വർണത്തിൽ നിന്നു കടകം മുതലായവ പോലവേ കാരണത്തിങ്കൽ നിന്ന് അന്യമല്ല കാര്യങ്ങൾ തീർച്ചയാം. കാരണമില്ലാണ്ട് കാരണം ഉണ്ടാവില്ല, കാരണമില്ലാതെ കണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയാം അതേപോൽ ഈശ്വരനിൽ നിന്നുളവായവ സർവവും ഈശ്വരാത്മകമായി തന്നെ കണ്ടുകൊള്ളേണം. ആകയാൽ നമ്മൾ എന്ത് ചെയ്യണം? അതേപോൽ ഈശ്വരനിൽ നിന്നുളവായവ സർവവും ഈശ്വരാത്മകമായി തന്നെ കണ്ടുകൊള്ളേണം. ആകയാൽ ഞാൻ തന്നെയാണ് ഈ ദേഹം ഇന്ദ്രിയാദി രൂപത്തിൽ വാഴുവോൻ. ഞാൻ തന്നെയാണ് ഈ എന്താണ് പറഞ്ഞത്? ഇന്ദ്രിയാദി രൂപത്തിൽ വാഴുവോൻ. പുണ്യപാപാത്മകം കർമ്മം അസംഖ്യം പലമാതിരി. പുണ്യപാപാത്മകം കർമ്മം അസംഖ്യം പലമാതിരി വിഷയാകാരമായി കാണും ഈ വിചിത്ര പ്രപഞ്ചവും. ആ മട്ടിൽ മേവും ഈ ജീവൻ മാറ്റമല്ലാതൊരേ വിധം മാറാതെ കണ്ട് ഒരേപോലെ വിലസുന്ന അവനെന്നാലും ത്രിഗുണങ്ങൾക്കധീനനായി കാലകർമ്മ സ്വഭാവങ്ങൾക്കത്രയും പരതന്ത്രനായി. കാലകർമ്മ സ്വഭാവങ്ങൾക്ക് ഉപരിയാണ് എൻ്റെ നിലപാടെന്നാണ് പറഞ്ഞത്. കാലകർമ്മ സ്വഭാവങ്ങൾക്കത്രയും പരതന്ത്രനായി പ്രപഞ്ചത്തിൽ പിറന്ന അങ്ങിങ്ങ് അലഞ്ഞും കൊണ്ടു തൃപ്തനായി എൻ്റെയും ഞാനും എന്നുള്ള ഭാവത്താൽ വീര്യമറ്റവൻ. വീര്യം ഇല്ലാതെ ഉണ്ടാവും ആൾക്കാർക്ക്. എൻ്റെയും ഞാനും എന്നുള്ള ഭാവം കൊണ്ട് ദേഹാനുരൂപം ഓരോരോ നാമരൂപങ്ങളാർന്നുടൻ ദേവമർത്യാദി ഭാവം പൂണ്ട് അതായി തന്നെ വാഴുകയാം. ദേവന്മാരായിട്ടും മനുഷ്യാദികളായിട്ടും ഭാവം പൂണ്ട് അതായി തന്നെ വാഴുകയാം. വസ്ത്രത്തിൽ നൂലിനിഴ പോൽ ആത്മാവല്ലാതെ മഞ്ഞിതിൽ വസ്ത്രത്തിൽ നൂലിനിഴ പോൽ ആത്മാവല്ലാതെ മഞ്ഞിതിൽ മറ്റെന്താം നാമരൂപാതി സർവം താൽക്കാലികമാം ഭ്രമം. താൽക്കാലികമായ ഭ്രമത്തിൽ ആകൃഷ്ടരാവാൻ പാടില്ല. ആത്മാവിലാർന്ന ദേഹാഭിമാനം സംസാരവൃക്ഷമാം. ആത്മാവിലാർന്ന ദേഹാഭിമാനം സംസാരവൃക്ഷമാണ്. എന്നിട്ടോ അനാദിയാം ഇതിൽ പൂവും കായ്കളും തിങ്ങി നിൽക്കയാം. ഇതിൽ എത്ര പൂവുണ്ടാവാൻ പോണു, എത്ര കായുണ്ടാവാൻ പോണു ഒന്നും നമുക്കറിയില്ല. പുഷ്പങ്ങളാം പലേ കർമ്മം സുഖദുഃഖങ്ങളാം ഫലം പുണ്യപാപം അതിൽ ബീജം പലേ വാസന വേരുമാം. അതായത് ഈ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരുന്നത് ഈശ്വരനല്ലോ, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ പുഷ്പങ്ങളാം പലേ കർമ്മം സുഖദുഃഖങ്ങളാം പമം പുണ്യം ഫലം പുണ്യപാപം അതിൽ ബീജം പലേ വാസന വേരുമാം. തായ്വേരാം ത്രിഗുണം, 3 ഗുണങ്ങൾ, പ്രകൃതി ഗുണങ്ങൾ. തായ്വേരാം ത്രിഗുണം പഞ്ചഭൂതം കവരുമാം. രസം ശബ്ദാദിയാം കൊമ്പുകളാണ് ഇന്ദ്രിയങ്ങൾ. മനസ്സ് ഇവ വാദപിത്തകപം തോലാം. ഭോഗമോക്ഷം പഴങ്ങളും സൂര്യമണ്ഡല പര്യന്തം വ്യാപ്തമായതു നിൽക്കയാം. സൂര്യമണ്ഡലം വരെ ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. ജീവേശ്വരന്മാരെന്നെങ്ങും പുകഴും 2 പക്ഷികൾ. ജീവേശ്വരന്മാർ, ജീവനും ഈശ്വരന്മാരും എന്നും പുകഴും 2 പക്ഷികൾ ഹൃദയാകാശമാം കൂട്ടിൽ വാഴുകയാണിതിലെപ്പോഴും. ഹൃദയാകാശത്തിലെ ജീവേശ്വരന്മാരെന്നെങ്ങും പുകഴും 2 പക്ഷികൾ ഹൃദയാകാശമാം കൂട്ടിൽ വാഴുകയാണിതിലെപ്പോഴും. എന്നാലോ നടന്മാരാം ഗൃഹസ്ഥന്മാരിൽ തന്നെ പലതരം സുഖദുഃഖങ്ങളും മേന്മേലുണ്ടും കൊണ്ടും ഉല്ലസിക്കയാം. ഈ 2 പക്ഷികൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? സുഖദുഃഖങ്ങളും മേന്മ
മേന്മേലുണ്ടും കൊണ്ടുല്ലസിക്കയാം ഏകാന്തവാസം ശീലിച്ച സന്യാസികൾ വിവേകികൾ. ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചിട്ടുള്ള സന്യാസിമാർ കേമന്മാർ തന്നെയാണെന്നാണ് പറഞ്ഞത്. ഏകാന്തവാസം ശീലിച്ച സന്യാസികൾ വിവേകികൾ. ഭക്തിജ്ഞാനമയം മോക്ഷം. ഭക്തിജ്ഞാനമയമായാൽ മോക്ഷമായി. പിന്നെ നുകർന്നും കൊണ്ടുമങ്ങിനെ ഭക്തിയിൽ പൂണ്ട ജ്ഞാനത്തോടു കൂടി ഇരിക്കുമ്പോൾ ഏകനാം പരമാത്മാവ് തന്നെയാം ബഹുരൂപനാം ജീവകാരുണ്യമുൾത്തിങ്ങിടുക കാരണം ഈ വിധം. ഏകനാം പരമാത്മാവ് തന്നെയാം ബഹുരൂപനായിട്ട ജീവകാരുണ്യം ഉൾത്തൊങ്ങിയിടുക കാരണം ഈ വിധം. വിളയാടുവതെന്നുള്ള വാസ്തവം വേണ്ട മാതിരി ആചാര്യാനുഗ്രഹം കൊണ്ടും മറ്റും നന്നായി അറിഞ്ഞവൻ. അതായത് നിത്യേന ഉപാസിക്കേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ഉപാസിച്ചും കൊണ്ടെന്നർത്ഥം. വിളയാടുവതെന്നുള്ള വാസ്തവം വേണ്ട മാതിരി ആചാര്യാനുഗ്രഹം കൊണ്ടും മറ്റും നന്നായി അറിഞ്ഞവൻ മാത്രമാം വേദതാൽപര്യം കണ്ട അറിഞ്ഞൊരു ഭാഗ്യവാൻ. ഈ വണ്ണം ഗുരുശുശ്രൂഷ കൊണ്ടുറച്ചുള്ള ഭക്തിയാൽ. ഗുരുശുശ്രൂഷ കൊണ്ടാണ് ഭക്തി ഉറയ്ക്കുക എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ എത്ര ആൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശേഷം ചിന്തിച്ച് പറയേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ നിർത്താം. 760 കഴിഞ്ഞു. 761 അടുത്ത ദിവസം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.